13 into 3 എന്താണ്? 39x മൈനസ് 14x എന്ന് പറയുമ്പോൾ 9 നിന്ന് 4 പോകുമ്പോൾ 5. ഇവിടെ എന്ത് കിട്ടും? 25x എന്ന് കിട്ടും. ഇവരെ നമുക്ക് സോൾവ് ചെയ്യാം. നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് എന്താണ്? 14 into 45 ആണ്. 14 into 45 മൈനസ് 13 into 45 അല്ലേ? ഓക്കെ, 45 അല്ല 35. യെസ്. സോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ 14 into 45 കാണാം, 13 into 35 കാണാം, എന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. നോക്കിക്കോളൂ. ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം. 14 into 9 into 5 അല്ലേ? വേണ്ട വേണ്ട, ഇതിനെ ഞാനൊരു കാര്യം ചെയ്യാം. 13 + 1 into 45. ആദ്യം ഞാൻ അങ്ങനെ എഴുതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 13 into 45 + 45 എന്ന് കിട്ടി അല്ലേ? ഇവിടെ എഴുതാം, ഇവിടെ എഴുതി കാണിക്കാം. നോക്കിക്കോളൂ. 14 into റെഡിൽ എഴുതാം. 14 into 45 മൈനസ് 13 into 35 അല്ലേ? സോ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? ഈ 14 into 45നെ എനിക്ക് എങ്ങനെ എഴുതാം? 13 + 1 into 45 എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇതിനെങ്ങനെ എഴുതാം? 13 into 45 + 45 എന്ന് എഴുതാം. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഒരു നമ്പർ 45 ആയി. ഓക്കെ, ഇനി ഈ 13 into 45നെ എനിക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കോളൂ. 13 into 35 + 10 എന്ന് എഴുതാം. 13 into 35 + 10. ഞാൻ എന്തിനാണ് ഇങ്ങനെ എഴുതണേന്ന് ചോദിച്ചാൽ, മറ്റേ ആളുടെ അവിടെ എന്താണുള്ളത്? 13 into 35. എൻ്റെ കാൽക്കുലേഷൻ ഈസി ആക്കാനാണ് 14 into 45 കണ്ടുപിടിച്ച് അതേപോലെ 13 into 35 കണ്ടുപിടിച്ച് നമ്മൾ മൈനസ് ചെയ്താലും ഈ രീതിയിൽ ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത്. ഇവിടെ ഒരുപാട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും. ഇതൊക്കെ ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ടൈം കൺസ്യൂമിംഗ് ആയി തോന്നും. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എക്സ്പേർട്ട് ആയാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ചെയ്ത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാം? നോക്കിക്കോളൂ. 13 into 35.